പാഠം 106 കളിച്ച് പഠിക്കേണ്ട കളികൾ. മോഹനയുടെ പത്രം വായിച്ചായിരുന്നോ? ലയണൽ മെസ്സി പിന്നെയും ഗോളടിച്ചു. ഈ സീസണിലെ 43ാമത്തെ ഗോളാണിത്. ലയണൽ മെസ്സി. എന്റെ മോഹനേട്ടാ, യൂറോപ്യൻ ലീഗ് നടക്കുകയല്ലേ? ബാഴ്സലോണ ഈ പ്രാവശ്യം ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. മെസ്സി ഉണ്ടല്ലോ ടീമില്. എനിക്ക് രാവിലെ വേറൊരു പണിയില്ലേ? ഒരു പത്രം കിട്ടിയതൊക്കെയാണ് വായിക്കുന്നത്. ഇതെന്താ വായിക്കാൻ കൊള്ളില്ലേ? പിന്നെ പത്രത്തിൽ അച്ചടിച്ചു വന്നത്. ഒരു പത്രം കിട്ടിയാൽ നമ്മൾ ആദ്യം വായിക്കേണ്ടത് ഫ്രണ്ട് പേജാ. ഇവിടെ വലിച്ചിട്ട് കളഞ്ഞ ലോക രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും എന്തു സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ വായിക്കാൻ. ഈ ഫുട്ബോൾ കളിയും ലോകത്ത് തന്നെയാ നടക്കുന്നത്. മോഹനേട്ടൻ അറിയാമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കാര്യം ലോകകപ്പ് ഫുട്ബോളാണ്. വേറെ തൊഴിലൊന്നുമില്ലാത്തവർ കാണാമല്ലോ. എടീ, പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കേണ്ടവരാണ് മനുഷ്യർ, അല്ലാതെ കളിച്ചും കളി കണ്ടും നടക്കേണ്ടവരല്ല. മോഹനേട്ടന് കളി അറിയില്ല എന്നതുകൊണ്ട് അത് കൊള്ളില്ല. മോഹനേട്ടാ, മനുഷ്യനുണ്ടായ കാലം തൊട്ട് അവന്റെ കൂടെയുള്ളതാണ് ഇത്തരം കളികൾ. ഫുട്ബോൾ ആണെങ്കിൽ ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഗെയിമുമാണ്. കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു കളിയെ കേരളത്തിലെ ഓണം കേറാ മൂലയിലുള്ള ഒരു വില്ലേജ് ഓഫീസർ കുറ്റം പറഞ്ഞൊന്നും കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാർക്കേ. നീ ഇപ്പോ ഏതൊരുത്തിന്റെ പേര് പറഞ്ഞല്ലോ? ആരാണ്? ലയണൽ മെസ്സി, അർജന്റീനക്കാരൻ. യൂറോപ്യൻ ലീഗിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിന്റെ റെക്കോർഡ് മെസ്സിയുടെ പേരില്ല. ആ റെക്കോർഡ് ഈ വർഷം മെസ്സി തന്നെ തകർക്കും. കഷ്ടം. ഏതോ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ ഫുട്ബോളും കളിച്ച് നടക്കുന്നവന്റെ പേരും മേൽവിലാസവും ജാതകവും ഒക്കെ അവർക്ക് കാണാപ്പാടാം. പക്ഷെ മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യം അവർക്കറിയില്ല. അതേതാണാവോ കാര്യം? കേരളത്തിലെ റവന്യൂ മന്ത്രി ആരാ? എനിക്കറിയായിരുന്നു ആ ചോദ്യം വരുള്ളൂ എന്ന്. അല്ലെങ്കിലും ഒരു സാധാ വില്ലേജ് ഓഫീസർക്ക് റവന്യൂ മന്ത്രിയുടെ അപ്പുറം ചിന്തിക്കാനുള്ള വിവരം വല്ലതും ഉണ്ടോ? അയ്യോ മോഹനേട്ടാ, ലോകം മുഴുവൻ ആരാധകരുള്ള ആളാണ് മെസ്സി. മെസ്സി മാത്രമല്ല, റൊണാൾഡോയും ബെക്കാമും റൊണാൾഡിഞ്ഞോയും ഒക്കെ ആളുകളുടെ കണ്ണിലുണ്ണിയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ മനസ്സിലാത്തതുകൊണ്ട് ഒരു പന്തുമായി കളിക്കാറങ്ങ, ചുമ്മാ പതിനെട്ടൊക്കെ തൊഴിക്കുക. ഇതൊക്കെ ആർക്കടി പറ്റത്? ഞാൻ വിചാരിച്ചാലും നീ വിചാരിച്ചാൽ നടക്കൂതൊക്കെ. പക്ഷേ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ പറഞ്ഞ ജെസ്സിയാ മെസ്സി അയാൾക്ക് പറ്റുമോ? ഹമേ, ചെറുപ്പത്തിൽ സ്കൂളുകളിലും കോളേജിലും പഠിക്കുമ്പോ ഞാനും ഇതുപോലെ കളിച്ചു നടന്നിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ കളിക്കാരനായനെ. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാ? എനിക്ക് ഈ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. പണിയെടുത്താണ് നമ്മൾ ആളാകേണ്ടത്, അല്ലാതെ കളിച്ചേർന്നിട്ടല്ല. വെറുതെ ഓരോരുത്തന്മാരെ പേര് പറഞ്ഞ് മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുക. ഉത്തരമുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക. ആർക്ക് ഉത്തരമുട്ടി? എനിക്ക് ഉത്തരമുട്ടിയില്ല. മോഹനേട്ടാ, ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കളിയിൽ താല്പര്യമില്ലാത്ത ഒരൊറ്റ മനുഷ്യരും കാണില്ല. ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ ടെന്നീസോ അങ്ങനെ എന്തെങ്കിലും. ഈ പറഞ്ഞ ഒരൊറ്റ കളിയും അറിയില്ലാത്ത കേരളത്തിലെ ഒരേ ഒരാൾ മോഹനകൃഷ്ണനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. സഹിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഒക്കെ എന്റെ അറിവില്ലായ്മയാ. പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ചോദിക്കേണ്ടതായിരുന്നു എന്തെങ്കിലും ഒരു ഗെയിമിൽ താല്പര്യമുണ്ടോ എന്ന്. പക്ഷേ കണ്ടപ്പോ തോന്നി മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഗുണം കാണുമെന്ന്. എന്തു ഭാമേ? സത്യം പറഞ്ഞാൽ ഇന്നലെ ഹരിചന്ദ്ര സാർ ചോദിച്ചതാ, സത്യഭാമയുടെ മോഹനകൃഷ്ണന് സ്പോർട്സിലൊക്കെ വല്ല താല്പര്യമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ഭയങ്കര സ്പോർട്സുകാരനാ, കോളേജ് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ടെന്ന്. കോളേജ് ടീമിൽ എന്ത് കളിക്കാനാ? ഗോലി കളിക്കാൻ. ഗോലി വേറെന്ത്? ഇത് ശരിയാവില്ല. രാവിലെ പത്രത്തിൽ കണ്ടമാരെ ഫോട്ടോ കണ്ടിട്ട് അവരോടൊക്കെ ആരാധന തോന്നി
സ്വന്തം ഭർത്താവിനെ ചീത്ത വിളിക്കാൻ ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറണം. എന്തൊരു വഴി. ഇതാണ് സാറിന്റെ കുഴപ്പം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ വഴക്കുണ്ടാക്കുക. എന്റെ സാറേ, ഈ മെസ്സിയുടെ കാര്യത്തിൽ വക്കീൽ പറഞ്ഞത് ശരിയാണ്. അയാളെ ഒരു പുലിയാ. ഓ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ലോകത്തിൽ ഒരുപാട് ആരാധകരുള്ള കളിക്കാരനാണ് ഈ മെസ്സി. അത് മോഹനേഷ് സാർ വിചാരിച്ച മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റൂല എന്ന് മാത്രമല്ല, വക്കീലിന് ഫുട്ബോൾ ഭ്രാന്തുള്ളതുകൊണ്ട് സാറിനോട് പരമ പുച്ഛവും ആയിരിക്കും. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ, അവളുടെ ഭർത്താവല്ലേ, പോരാത്തതിന് കെമിസ്ട്രിയിൽ ഡിഗ്രിക്കാരനും. അങ്ങനെയുള്ള എന്നോട് അവൾക്ക് ആരാധന തോന്നുന്നത് എന്തുകൊണ്ടാണ്? സാറേ, ഈ വില്ലേജ് ഓഫീസർ ലയണൽ മെസ്സി ഒരുപോലെയാണോ? അയാൾക്ക് ഓരോ വർഷവും പ്രതിഫലമായി കിട്ടുന്നത് കോടിക്കണക്കിന് ഡോളറാണ്. സാറിനോ? അപ്പോ കൂടുതൽ കാശുള്ളവനാണോ കൂടുതൽ യോഗ്യൻ? എന്റെ സാറേ, അയാൾ കട്ടുമോട്ടിച്ചൊന്നും ഉണ്ടാക്കിയതല്ലോ. എങ്ങനെയറിയാം? അപ്പൊ സാറേ, നേരായ വഴി കൂടെയാണ് കാശുണ്ടാക്കിയതെങ്കിൽ അതൊരു അന്തസ് തന്നെയാണ് സാറേ. എന്തന്തസ്? ലോകത്തുള്ള വിവരമില്ലാത്ത പെണ്ണുങ്ങൾ മുഴുവൻ ഇത്തരം വായി നോക്കലിന്റെ പിറകെ നടക്കുന്നത് കൊണ്ട് അന്തസ് കൂടുവോ? എന്തിനാണ് സാറേ വെറുതെ തർക്കിക്കുന്നത്? സാറിന് തന്നെ അറിയാം, വക്കീലിന് ഇപ്പോ സാറിനേക്കാൾ ബഹുമാനം മെസ്സിയെയാണെന്ന്. കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഈ ഗെയിംസിലൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെയാണ്. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറ്റണം. സാറ് ഈ ജന്മം വിചാരിച്ച ഇതൊന്നും നടക്കൂല. ഈ വിഷയത്തിൽ സാറിന്റെ മാനം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതേത് വഴി? ഏതെങ്കിലും ഒരു കളിയിൽ സാറിന് അഗാധമായ പാണ്ഡിത്യവും കഴിവും ഉണ്ടെന്ന് വക്കീലിനെ ബോധ്യപ്പെടുത്തണം. അതിപ്പോ എനിക്കറിയാം. സാറിന് ആകെ അറിയാവുന്നത് സിദ്ധാന്തം പറയാനുള്ള കഴിവാണ്. ആ കഴിവ് ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കളിയിൽ ജയിച്ച് കാണിച്ചേ പറ്റൂ. പക്ഷേ എനിക്ക് ഫുട്ബോളും ക്രിക്കറ്റിലും അറിഞ്ഞൂടാ. ഫുട്ബോളും ക്രിക്കറ്റും തന്നെ വേണമെന്നില്ല സാറേ. വേറെ ഏതെങ്കിലും ചെറിയ കളി കളിച്ചാലും മതി. കുട്ടിയും കൊലുവായോ? സാറേ, സാറേന്ന് വിളിച്ച വാഗൊണ്ട് എന്നെ വേറെ ഒന്നും വിളിപ്പിക്കല്ലേ സാറേ. സാറേ, ഈ കുട്ടിയും കൊലും കൊച്ചു പിള്ളേര് വെറുതെ സമയം കൊല്ലുന്നതിന് വേണ്ടി കളിക്കുന്ന കളിയല്ലേ, അത് പോരാ. അന്തർദേശീയ തലത്തിൽ കളിക്കുന്ന കളി വേണം. അങ്ങനെ ഇപ്പൊ ഏത് കളിയാ ഉള്ളത്? കളി ഒരുപാടുണ്ട്. പക്ഷേ സാറിന് പറ്റിയ കളി ഞാൻ പറയാം. ചെസ്, ചതുരംഗം. അതാകുമ്പോ അന്തർദേശീയ ഗെയിം ആണെങ്കിലും അതുണ്ടായത് ഇന്ത്യയിലാണ്. എന്തിനു സ്വദേശി വേണോന്നുള്ള സാറിന്റെ ടേസ്റ്റിന് ചേരുകയും ചെയ്യും. പക്ഷേ ചെസ് എനിക്ക് അറിയില്ലല്ലോ. എനിക്കറിയാലോ. 2 മണിക്കൂർ കൊണ്ട് സാറിന് ഞാനത് പഠിപ്പിക്കും. അത്രേ ഉള്ളൂ കാര്യം. 2 മണിക്കൂർ മതിയോ? അല്ല, ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് മതി. അപ്പൊ ഞാൻ 1 മിനിറ്റ് പഠിക്കും. അപ്പൊ ശരി സാറേ, സാറിന്റെ ആഫീസിലോട്ട് ചെല്ലും. ഞാൻ ഒരു ചെസ് ബോർഡ് വാങ്ങിച്ചോട്ട് നേരെ ആഫീസിലോട്ട് വരാം. അത് ശരിയാവില്ല, ശരിയാവില്ല. ആഫീസിൽ പറ്റില്ല. ഞാൻ ഇന്ന് അവിടെ ഇരുന്ന് ചെസ് കളിച്ചാൽ ദ്രൗപദിയും സ്വയംപ്രഭയും നാളെ അവിടെ കാശ് വെച്ച് ചീട്ട് കളിക്കും. ശിശുപാലൻ ചാരായം വാറ്റും. അത് വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അത്യാവശ്യം കൊണ്ടാണ് ഞാൻ ലീവ് എടുക്കാം. പോയി ചെസ് ബോർഡ് വാങ്ങിക്കൊണ്ടുവാ. എന്നിട്ട് ചെസ് കളിക്കാൻ ഗ്രൗണ്ടൊന്നും വേണ്ടല്ലോ, വഴിയരികിൽ നിന്നാലും മതി. എബ്രഹാം ലിങ്കൻ വഴിവിളക്കിന്റെ ചോട്ടിൽ നിന്നാണ് പഠിച്ചത്, കേട്ടിട്ടില്ലേ? എബ്രഹാം ലിങ്കൻ ചെസ്സാണോ പഠിച്ചത്? പഠിച്ചതെന്തോ ആയിക്കോട്ടെ, ഉത്തമം പോയി ഒരു ചെസ് ബോർഡ് വാങ്ങിക്കൊണ്ടുവാ. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. സാറെവിടെ പോന്ന്? പോയിട്ട് കാര്യമുണ്ട് ഉത്തമ. ഈശ്വര, ഇയാൾക്കിത് എന്ത് പറ്റിയത്? ഹാമേ, ഹാമേ, നിങ്ങളെവിടെ പോയി? ഹാമേ. ഓ, എന്താ പറഞ്ഞിട്ട്? നീ എന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഗെയിമും അറിയില്ല എന്ന്. ഇല്ലെന്നാര് പറഞ്ഞു? വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാൻ ഞാൻ ആലോചിച്ചത്. എനിക്ക് ചെസ് കളിക്കാൻ അറിയാം. ചെസ്സോ? അതെ, ചെസ്. ചെസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പന്തിന്റെ പിറകെ 10-20 പേര് കിടന്ന് ഓടുന്ന കളിയല്ല, ബുദ്ധിയുടെ കളിയാണ്. എന്നെപ്പോലൊരു ബുദ്ധിമാൻ ആ കളി കളിക്കേണ്ട കാര്യമേ ഉള്ളൂ. നിനക്കറിയോ? അല്ല, അത്
ഞാൻ നിനക്ക് ആവശ്യമില്ലാത്ത സകല കാര്യങ്ങളും അറിയാം, ചെസ് അറിയില്ല. എനിക്കറിയില്ല ആര് പറഞ്ഞു? എനിക്കറിയാം. എനിക്കറിയാം. നിനക്കറിയാമോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു ചെസ് കളി ഉണ്ടാവും. ആ കളിയിൽ ജയിച്ചാൽ നിന്നെ സമ്മതിച്ചേരാം. എന്തു പറയുന്നു? എന്താണ് ഇത്ര ആലോചിക്കുന്നത്? ധൈര്യമില്ലേ? ധൈര്യമില്ല. ഞാൻ റെഡി. അപ്പോ വൈകുന്നേരം തയ്യാറായിരുന്നു. ശരി. വില്ലേജ് ഓഫീസർക്ക് ചെസ് കളിക്കാൻ അറിയാമോ? എനിക്കതറിയില്ല എന്നറിഞ്ഞാൽ നാണക്കേടാ. എങ്ങനെ വൈകുന്നേരത്തിനുള്ളിൽ ചെസ് കളിക്കാൻ പഠിച്ചേ പറ്റൂ.